ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു മപ്പാസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പേ വെച്ച് നന്നായി ചൂടായ ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസിലെ സവോള ചെറുതായി അരിഞ്ഞതും 4 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്കായും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വഴറ്റേണ്ട, കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇവയും ചേർത്ത് പച്ചമണം മാറുന്ന വഴിയൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാലാണ് ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം അല്പം ഒഴിച്ച് ഒന്ന് വഴറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇത് 2ാം പാലിനകത്ത് കിടന്ന് വെണ്ടയ്ക്കയൊക്കെ ഒന്ന് വെന്ത് കുറുകി വരട്ടെ. ഇപ്പോൾ പാകത്തിന് വെന്ത് പറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം 1ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ വെണ്ടയ്ക്ക മപ്പാസ് ഇവിടെ തയ്യാറായിരിക്കുന്നു.